സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മലയാള സിനിമയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് ഏത് നടൻ? നമുക്കറിയാം, ഇങ്ങനൊരു ചോദ്യം കേട്ടാൽ ഏതൊരു ശരാശരി മലയാളി പ്രേക്ഷകനും പറയുന്ന പേര് പൃഥ്വിരാജിൻ്റേത് ആയിരിക്കും. ചിലർ ദുൽഖറിൻ്റെയും ഫഹദിൻ്റെയും ഒക്കെ പേര് പറയും. എന്നാൽ മമ്മൂട്ടിയുടെ പേര് പറയുന്നവർ ചുരുക്കമായിരിക്കും. ശരിയാണ്, ശരിയായ പ്രൊണൗൺസിയേഷനും ആക്സെൻറ്റും എല്ലാം കൃത്യമായി ഉപയോഗിക്കുന്നവരാണ് ഈ യുവതാരങ്ങൾ. എന്നുവെച്ച് ഇതിൽ ഏറെ പ്രശംസിക്കേണ്ടതായി ഒന്നുമില്ലെന്ന് തന്നെ പറയാം. ഇവർ 3 പേരും പഠിച്ചത് വിദേശത്താണ്. പൃഥ്വിയാകട്ടെ സ്കൂൾ ലൈഫ് തീർത്തത് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കാൻ അനുവാദമുള്ള സൈനിക് സ്കൂളിലും. അവിടെയാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് കയ്യടി നൽകേണ്ടത്. കാരണം ഇംഗ്ലീഷ് സ്കൂളുകളിൽ നിർബന്ധിതമാക്കുന്നതിന് മുമ്പുള്ള വിദ്യാർത്ഥിയാണ് ഇക്ക. മമ്മൂട്ടി തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ പഠനത്തിന് ശേഷം സിനിമയിൽ വരുന്നതിന് മുമ്പ് ആരും പറയാതെയും നിർബന്ധിക്കാതെയും തന്നെ മലയാളം ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തകൾ ഡിക്ഷണറിയുടെ സഹായത്തോടെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നുവെന്ന്. അങ്ങനെയാണ് ഇംഗ്ലീഷ് ഭാഷ താൻ സ്വായത്തമാക്കിയതെന്നും. പ്രൊണൗൺസിയേഷനിൽ പൃഥ്വിയുടെ ഒന്നും അത്രയ്ക്കും വരില്ലെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാത്ത വൃത്തിയുള്ള ഇംഗ്ലീഷ് തന്നെയാണ് ഇക്കയുടേതും. അതും സ്വായത്തമാക്കിയത് ചുറ്റിനും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ ആളുകളില്ലാതെ തന്നെ അതിൻ്റെ ആവശ്യകതയില്ലാത്തൊരു കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ട് നേടിയെടുത്തത്. BBC-ക്ക് നൽകിയ ഒരു പഴയ അഭിമുഖത്തിൽ ഇക്ക നല്ല അസലായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ അതിലും മികച്ച ഇംഗ്ലീഷാണ് പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയും എന്ന രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ദാസനും വിജയനും ചെയ്യാൻ കാരണം. ഇംഗ്ലീഷ് ഭാഷ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത ഒരു തലമുറയെ തന്നെ പരാമർശിച്ചെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമ്മളുടെ യൂത്തന്മാരുടെ ഇംഗ്ലീഷുമായി ഇക്കയെ താരതമ്യം ചെയ്യാതിരിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.